ഇൻ്റർവ്യൂ ഇടുകയാണ്. ഇതിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നാലാമത്തെ ഇൻ്റർവ്യൂ. ഞാൻ വിചാരിച്ചു ഇത്തവണ ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം. മേലെ എല്ലാവരും ഉറങ്ങുക. ആക്ച്വലി ഞാൻ പറയാറില്ല, ഒരു പിൻട്രസ്റ്റ് റൂം ഇങ്ങനെ കാണുമ്പോൾ വലിയ മെന ഉണ്ടാവുമല്ലോ, പക്ഷേ നല്ല രസം അവിടെ കാണാൻ. എല്ലാവരും വർക്കിന് അയക്കുവാണ് ഈ റൂമിലുള്ള. സോ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താലോ? എങ്ങനെ ഉണ്ടാവും? സമയമായിട്ടില്ല, ഒരു 5 മിനിറ്റും കൂടെ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിലൂടെ നോർമലി ചോദിക്കുന്നൊരു കാര്യം, നിങ്ങളെക്കുറിച്ച് പറയുന്നതിനപ്പുറത്തേക്ക് ഞങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ അവരെക്കുറിച്ചൂടെ റിസർച്ച് ചെയ്തിട്ട് വേണം നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഇതൊക്കെ പറയാൻ ആരുമല്ല കേട്ടോ, ബിക്കോസ് ഞാൻ എൻ്റെ 3 ഇൻ്റർവ്യൂവിൽ പൊട്ടിയ ഒരാളാണ്. 3 ഇൻ്റർവ്യൂവിൽ പൊട്ടിയ ഒരാളാണ്. പ്രോപ്പറായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ, ഇൻ്റർവ്യൂവിന് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ജോബ് കിട്ടുള്ളൂ. ക്യാൻ യു ഹിയർ ദ സൗണ്ട്? ഇവിടെ എപ്പോഴും ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കും. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നിങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇൻ്റർവ്യൂവിനകത്ത് എന്നുള്ളതാണ്. അല്ലാണ്ട് നിങ്ങൾക്ക് സ്റ്റോറി ടെല്ലിങ്ങിന് അടിപൊളിയാണ് അല്ലെങ്കിൽ ഡിസൈനിങ്ങിൽ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അത്ര അടിപൊളിയൊന്നുമല്ല, ബട്ട് സ്റ്റിൽ ഞാൻ പറയാം. പിന്നെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ കമ്പനിയെക്കുറിച്ച് കുറച്ച് റിസർച്ച് ചെയ്യണം. ഞാൻ റിസർച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഉറപ്പൊന്നുമില്ല ഇത് കിട്ടുക തന്നെ ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല. ഇതൊരു ഏജൻസിയാണ്, അഡ്വർടൈസിങ് ഏജൻസിയാണ്. അതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, പക്ഷേ അത് ക്യാൻസലായിപ്പോയി. CV നോട്ടീസ് ചെയ്യുന്നുണ്ട് ആളുകൾ, പക്ഷേ എന്താ പറയുക, ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഹായ്, ഐ എം അർഷദ്. ഐ എം എ വീഡിയോ എഡിറ്റർ ആൻഡ് മോഷൻ ഗ്രാഫിക്സ് ആർട്ടിസ്റ്റ്. എൻ്റെ അമ്മ, ആദ്യമായിട്ടാണ് ഇത്രയും സമയം ഇൻ്റർവ്യൂ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ 3 തവണ നല്ല പാളൽ പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 3 തവണ എനിക്ക് എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവർ പറയുന്നതിന് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഇത്തവണ ആൾ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തു, കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ ഒരുപാട് സംസാരിച്ചു. അതുതന്നെയാണ് ബേസ്. നമ്മൾ ചോദിക്കുന്നതും ചോദിക്കാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങൾ സംസാരിക്കണം. അപ്പോൾ അവർക്കൊരു എന്തോ ഒന്നുണ്ടാവും. സോ ബി ലൈക്ക് ദാറ്റ്. അല്ല, ഞാനിതൊക്കെ പറയാനാരാ, ഇതും കിട്ടാൻ ചാൻസ് ഒന്നുമില്ല, പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് സംസാരിക്കാൻ പറ്റി. ആളും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. സോ അടുത്ത ഇൻ്റർവ്യൂവിന് കാണാം കേട്ടോ. ചെയറ് കൊള്ളാലോ.